Hey, hello, assalamu alaikum, and welcome back to yet another brand new episode of Being Loose. So, കുറേ കാലമായിട്ട് ഇത് ചെയ്യണം എന്ന് വിചാരിച്ച ലിസ്റ്റിലുണ്ട്, പക്ഷെ ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് വാട്ട്സ് ഇൻ മൈ ഹാൻഡ് ബാഗ് ആണ്, അതും ഫെയിൻറ്റ് ട്രാവൽ എഡിഷൻ. അപ്പൊ ഞാനിപ്പോൾ ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. എന്നെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. സോ ഇപ്പം ഒരു മലേഷ്യൻ ട്രിപ്പ് കഴിഞ്ഞ് ഞാൻ ഇന്നലെ രാത്രി എത്തിയിട്ടേ ഉള്ളൂ. സോ ഞാൻ അൺപാക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ഒരു വീഡിയോ അങ്ങോട്ടേക്ക് എടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാനായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലൊന്നും കൊണ്ടിട്ടിട്ടില്ല. സോ ഇതിലുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. മെയിനായിട്ട് ഞാനൊരു ട്രിപ്പ് പോകുമ്പോൾ എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. യൂഷ്വൽ ക്യാരി ചെയ്യുന്ന സാധനം വളരെ കുറച്ചേ ഉള്ളൂ. അതിൽ പോയിട്ട് ഒരു വാട്ട്സ് ഇൻ മൈ ബാഗ് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല. സോ ഐ തോട്ട് ഈ ഒരു സമയമായിരിക്കും ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ, വാട്ട്സ് ഇൻ മൈ ബാഗ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സോ ഗൈസ്, എൻ്റെ ബാഗ് ഇതാണ്. ഇറ്റ്സ് ഫ്രം അലൻ സോളി. ആള് താരായിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറി വെച്ച സമയത്ത് ഒരുപാട് പേര് ഇതിന്റെ ലിങ്കും ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒന്നും റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ല, ബിക്കോസ് ഐ വാസ് ട്രിപ്പിന്റെ കുറച്ച് തിരക്കിലായപ്പോൾ. അപ്പോൾ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ലൈക്ക് എ ഹാഫ് വർക്ക് ട്രിപ്പ് ആയിരുന്നു, ഒരു ഹാഫ് വെക്കേഷൻ മോഡും കൂടി ആയിരുന്നു. കുറച്ച് കോണ്ടന്റ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടും കൂടെ പോയതായിരുന്നു. സോ അതൊക്കെയാണ് ട്രിപ്പിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ മലേഷ്യൻ വ്ളോഗിൽ പറയുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. അതിന്റെ എഡിറ്റിംഗ് പണിപ്പുരയിലാണ് ഞാനിപ്പോ. അപ്പൊ എന്തായാലും നമുക്കിപ്പോ ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് നമ്മുടെ ബാഗിലുള്ളത് നോക്കാം. സോ ഈ ഒരു ബാഗ് ഞാൻ മിന്ത്രയിൽ നിന്നാണ് മേടിച്ചത്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു എന്താ പറയാ, ബേജ് കളറാണ് സംഭവം കേട്ടോ. ആൻഡ് ഇത് അലൻ സോളിയാണ് ബ്രാൻഡ് വന്നിട്ട്. ഓൾമോസ്റ്റ് ഇതിന്റെ പ്രൈസിങ് ഇസ് ലൈക്ക് 300-500. പക്ഷെ ഞാൻ എപ്പോഴും സെയിൽ നോക്കി വാങ്ങുന്നതിനെ കൊണ്ട് ആ ഒരു പ്രൈസ് ഒന്നും എനിക്ക് ആയിട്ടില്ല. അതിന്റെ എന്തോ ഒരു കുറവിന് കിട്ടിയപ്പോൾ വാങ്ങിച്ചതാണ്. സോ ലിങ്ക് ഞാൻ എന്തായാലും വീഡിയോന്റെ താഴെ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പർച്ചേസ് ചെയ്യാം. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് അല്ലേ. എനിക്ക് എങ്ങനെ തുടങ്ങണം, ഏതൊന്ന് തുടങ്ങണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. കാരണം റാൻഡോ ആയിട്ടാണ് ഇതിൽ പരന്ന് കിടക്കുകയാണ് സാധനം. നിങ്ങൾക്കറിയാലോ ഒരു സ്ഥലത്ത് പോയി വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. സോ അതാണ് ഞാൻ എന്തായാലും ഇതിനൊരു ഇൻസൈഡ് ലുക്ക് കാണിച്ചു തരാം. ഇതിനൊരു ബട്ടൺ ക്ലോഷറോ സിപ്പ് ക്ലോഷറോ ഒന്നുമില്ല. ആകെ വരുന്നത് ഒരു പൗച്ചാണ് ഇതിനകത്ത്. അതിന് സിബ് ഉണ്ട് കേട്ടോ. പക്ഷെ ഈ ഒരു മെയിൻ കമ്പാർട്ട്മെന്റിന് സിബോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് കൈ കിട്ടിയത് ഈ ഒരു നോട്ട് പാഡ് ആണ്. സി, ഓൾമോസ്റ്റ് എല്ലാ പേജസും ഫില്ലായി. ഇനി കുറച്ച് എന്തൊക്കെയോ ഉള്ളൂ. കാരണം ഇതെന്റെ മസ്റ്റ് ഹാവ് ആണ്. എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിലാണ് നോട്ട് ചെയ്യുന്നത്. ലൈക്ക് ടു ഡു ലിസ്റ്റ് ആണെങ്കിലും, ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കോണ്ടന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ സ്ക്രിപ്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും ശരി, ഞാൻ ഇതിലാണ് നോട്ട് ചെയ്യുന്നത്. സോ ഇതെനിക്കില്ലെങ്കിൽ എന്തോ ഒരു ഭാഗം മിസ്സിംഗ് ഉള്ള പോലെയാണ്. സോ ദിസ് ഇസ് എ മസ്റ്റ് ഹാവ് ഇൻ മൈ ബാഗ്. ഇപ്പൊ ഡയറി മാത്രം പോരല്ലോ, എൻ്റെ കയ്യിൽ പെന്നുണ്ട്, പിന്നെ ബാക്കപ്പ് ആയിട്ട് ഒരു പെന്നും കൂടി ഉണ്ട്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് തിങ് വിച്ച് കെയിം ഔട്ട്. സോ ഇനി ഉള്ളത് ടിഷ്യൂസ് ആണ്. അപ്പൊ അതുണ്ട്. പിന്നെ എൻ്റെ പവർ ബാങ്ക് വിച്ച് ഇസ് ഓൾസോ മസ്റ്റ് ഹാവ്. പിന്നെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർക്ക് മസ്റ്റ് ആയിട്ടുള്ളത്, നമുക്ക് എവിടെ നിന്നാണോ വീഡിയോ എടുക്കാൻ പറ്റുന്നത് അവിടെ നിന്നൊക്കെ മാക്സിമം വീഡിയോ എടുക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ട്രൈപോഡ് നിർബന്ധമാണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ട്രൈപോഡ് ആൻഡ് ഓൾസോ സെൽഫി സ്റ്റിക്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ അതുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് എൻ്റെ പാസ്പോർട്ട് ഉണ്ട്. പാസ്പോർട്ട് കവറൊക്കെ നമ്മൾ ആ ഇമിഗ്രേഷൻ്റെ അവിടെ നിന്ന് ഊരിയത് കൊണ്ട് അതങ്ങനെ വെച്ചിട്ടുണ്ട്. ബോർഡിംഗ് പാസ് ഉണ്ട്. സോ എൻ്റെ ട്രോളിയുടെ സ്റ്റിക്കറൊക്കെ അതിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു പാസ്പോർട്ട് കവർ അടിപൊളിയല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ അങ്ങനെ പറഞ്ഞ് കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ, ലൂ എന്നൊക്കെ എഴുതിയിട്ട്. അപ്പൊ ഇതെനിക്ക് തോന്നുന്നു ഞാൻ മേടിച്ചത് ദ മെസ്സി കോർണർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ്. നമ്മൾ യൂഷ്വലി വാങ്ങുന്ന ലെതർ ടൈപ്പ് ഓഫ് പൗച്ചസിന്റെ മാതിരിയല്ല, കുറച്ചും കൂടെ ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ദിസ് ഇസ് വെരി ഗുഡ് ക്വാളിറ്റി, നല്ലതാണ് കേട്ടോ. പിന്നെ ഐ ഹാവ് മൈ ബ്രൂച്ച്. ഞാൻ ഇതിന് ബ്രൂച്ച് എന്നാണ് പറയുക. ചിലവർ ഇതിന് ക്രാബ് എന്നൊക്കെ പറയും. ഞാൻ പോയിട്ട് ഷോപ്പിലൊക്കെ ചോദിക്കുമ്പോൾ ബ്രൂച്ച് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല. നിങ്ങൾ എന്താ ഇതിന് പറയാന്നുള്ളത് കമന്റ് ചെയ്യുക. അപ്പൊ ഞാനിതിന് ബ്രൂച്ച് എന്നാണ് പറയാറ്. സോ ദിസ് ഇസ് ഓൾസോ മസ്റ്റ് ഹാവ്. കാരണം ഞാൻ എപ്പോഴും വീഡിയോ പർപ്പസിനൊക്കെ മുടി അഴിച്ചിട്ടെങ്കിലും എനിക്ക് മുടി അഴിച്ചിട്ട് ഒരുപാട് നേരം നിൽക്കാൻ കഴിയില്ല. സോ ഐ നീഡ് ദിസ് എപ്പോഴും. പിന്നെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ സാധനങ്ങൾ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ ഷോപ്പർ എപ്പോഴും കയ്യിൽ കരുതും.
ഐ തിങ്ക് ദിസ് ഐ ഗോട്ട് ഫ്രം നെസ്റ്റോ. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയതെടുത്ത് വെച്ചു. അപ്പോൾ ഇതെപ്പോഴും എൻ്റെ ബാഗിൽ ഒരു ബാക്കപ്പ് പോലെ ഉണ്ടാവും. എൻ്റെ അമ്മൻ്റെ വാച്ചൊക്കെ ഇതിലുണ്ട് കേട്ടോ. സംഭവം ഞാൻ അതേപടി വെച്ചേക്കായിരുന്നു ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒന്നും അൺപാക്ക് ചെയ്യുകയൊന്നും ചെയ്തില്ല. അപ്പൊ കുറെ സാധനങ്ങൾ ഇമ്മൻ്റെതും ഇതിലുണ്ടാവും. പിന്നെ പോകുമ്പോഴുള്ള ബോർഡിംഗ് പാസിന്റെ എയർ ഏഷ്യ ആയിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. വേറെ ഇപ്പം എന്താ അതിലുള്ളേ? ഒരു കവർ ഉണ്ട്. എല്ലാ വേസ്റ്റിന്റെ ബാഗിലാണല്ലോ പഠിച്ചോനെ. വേറെന്താ, ഒരു ഫേസ് വാഷ് ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നതിന്റെ മിനി വേർഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, വിച്ച് ഇസ് ഹിമാലയയുടെ നീം പ്യൂരിഫൈയിങ് ഫേസ് വാഷ്. ഇതൊരു റാൻഡം കൈൻഡ് ഓഫ് വാട്ട്സ് ഇൻ മൈ ബാഗ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഓർഡറും കാര്യങ്ങളും ഒന്നുമില്ല. എന്താണോ എനിക്ക് കൈ കിട്ടുന്നത് അതെടുത്ത് കാണിച്ചു തരാണ്. പിന്നെ മാസ്ക്. കൊറോണയും കാലങ്ങളൊക്കെ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും മാസ്ക് ധരിക്കുന്ന വളരെ കുറച്ച് ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് ചില സമയത്തൊന്നും മാസ്ക് ഇല്ലാണ്ട് പോകാൻ എന്തോ ഒരു മടിയാണ്. അപ്പൊ ഞാൻ എപ്പോഴും കയ്യിൽ മാസ്ക് കരുതാറുണ്ട്. സോ മാസ്ക് ഉണ്ട്. പിന്നെ എൻ്റെ മെഡിസിൻസ് എന്തൊക്കെയോ ആള് ടിഷ്യൂലൊക്കെ കവർ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ ബാഗിലിടാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രയേ ഉള്ളൂ ഗൈസ്. ഇനി നമുക്കുള്ളത് ഈ ഒരു മെയിൻ കമ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ ബാഗ് ഒന്ന് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. സോ അപ്പം ഈ ഒരു മെയിൻ കമ്പാർട്ട്മെന്റ് അലൻസോളിന്റെ ലോഗോ വരുന്നുണ്ട്. ഇത് നമുക്കിങ്ങനെ ഐ തിങ്ക് ട്രോളിയുടെ ഒക്കെ ബാക്കിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം തോന്നുന്നു. അങ്ങനെയും നമുക്ക് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിന് മാത്രം സ്പേസ് ഇല്ല. ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു സംഭവം കൂടി ഇതിന് വരുന്നുണ്ട്. സോ ഇതിനകത്ത് എന്തൊക്കെയാണുള്ളത് നോക്കാം. ഇതിനകത്താണ് മെയിൻ ഐറ്റംസ് എല്ലാം എൻ്റെ. സോ ഫസ്റ്റ് തന്നെ എനിക്ക് കിട്ടിയത് എൻ്റെ ക്യൂട്ടുസ ഇയർപോഡ്സ്. പിന്നെ ഐ ഹാവ് സം റിംഗറ്റ്സ്, മലേഷ്യൻ കറൻസി. ഇതൊക്കെ എണ്ണിപ്പെറുക്കി നമുക്ക് ഇവിടുന്ന് എക്സ്ചേഞ്ച് ചെയ്യണം. സോ കുറച്ച് മണി, കാരണം നമുക്ക് അവിടെ വേറെ ഒന്നുമില്ലല്ലോ, വി ഹാവ് ടു ടേക്ക് ക്യാഷ്. പിന്നെ കുറെ കച്ചറ ബില്ലുകളാണ് ഗൈസ്. A lot many bills are there which is not needed anymore. ഇനി എന്റെയും ഉമ്മന്റെയും ഷെയ്ഡ്സ് ഉണ്ട്. ഈ ഒരു ഷെയ്ഡ്സ് ലൈക്ക് കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വിച്ച് ഷെയ്ഡ്സ് ആർ യു യൂസിങ് എന്നൊക്കെ ചോദിച്ചിട്ട്. സോ ദിസ് ഇസ് ഫ്രം റേബാൻ. ഓക്കെ, അടിപൊളി സ്പെക്സ് ആണ്, ലൈക്ക് മൈ ഫേവറേറ്റ്. ഇത് എൻ്റെ അടുത്തൊരു ബ്രാൻഡഡ് ഷെയ്ഡ്സ് എന്നൊക്കെ പറയാനുള്ളൂ. സോ ദിസ് വൺ ഇസ് ദെയർ. ദിസ് ഇസ് ലൈക്ക് ഉമ്മന്റെ ഷെയ്ഡ്സ് ആണ്, ഉമ്മ വെച്ചുകൊണ്ടിരുന്ന ഷെയ്ഡ്സ് ആണ്. അതും ഒരു ബ്രൗൺ കളർ ഷെയ്ഡ്സ്. ഓക്കെ. പിന്നെ ഐ ഹാവ് മൈ ഫോൺ 11. അത് പിന്നെ വേറെന്താ, മൈ വാലറ്റ്. ദിസ് ഇസ് ഫ്രം ഉർബനിക്. ഇതിനും കുറേ അധികം റിക്വസ്റ്റ് ഒക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതിപ്പോ അവരുടെ സൈറ്റിൽ അവൈലബിൾ അല്ല. അവർ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാലും സോറി ദിസ് ഐറ്റം ഇസ് നോട്ട് അവൈലബിൾ എന്നാണ് പറയുന്നത്. സോ ഐ കാൺ പ്രൊവൈഡ് ദ ലിങ്ക്. ഇതിൽ പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നുമില്ല, ജസ്റ്റ് കാർഡ്സ് മാത്രമേ ഉള്ളൂ, നോ മണി. സോ നാട്ടിലെത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഗൂഗിൾ പേ അത് ഇതൊക്കെ ഉണ്ടല്ലോ. വൺ തിങ് ഐ ബോട്ട് ഫ്രം മലേഷ്യ. സോ ദിസ് ഇസ് ഇതിന്റെ മേലെ കോയിൻസ് ഒക്കെ പറ്റിപ്പിടിച്ച് മാഗ്നറ്റ് ഉള്ളതുകൊണ്ട് സോവനീഴ്സ് ഞാൻ ഇനി എല്ലാ സ്ഥലത്തും പോകുമ്പോൾ കളക്ട് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ഇടുന്നുണ്ട്. സോ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പോകുന്ന ഇന്റർനാഷണൽ ട്രിപ്പ് ആണല്ലോ. അപ്പൊ അവിടുന്ന് ഞാനൊരു സോവനീർ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, വിച്ച് ഇസ് റിയലി ക്യൂട്ട്. മലേഷ്യ എന്നൊക്കെ എഴുതിയിട്ട് മലേഷ്യത്തെ മെയിൻ സാധനങ്ങളുടെ ഒക്കെ ഇത് വരുന്ന രീതിയിൽ നമുക്കിത് ഫ്രിഡ്ജിലൊക്കെ ഒട്ടിച്ച് വെക്കാം. അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ. അതിന് ഞാൻ 5 റിങ്കറ്റ്സ് എന്തോ ആണ് കൊടുത്തത്. പക്ഷെ ഇതേ സാധനം വേറെ സ്ഥലത്ത് പോയിട്ട് എൻ്റെ കൂടെ വന്ന ആൾക്കാർ 15 റിങ്കറ്റിനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സോ ഐ ഫെൽറ്റ് സോ പ്രൗഡ്. സോ ഈ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്, കാര്യമായിട്ട് തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ലൈക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ എക്സ്പെൻസീവ് ആണ്. ബാഗ്സ് ആണ് അവിടെ മെയിൻ, ലൈക്ക് ക്രിസ്ത്യൻ ഡിയോർ അങ്ങനെയൊക്കെ ഉള്ളതിന്റെ എല്ലാത്തിൻ്റെയും മാസ്റ്റർ കോപ്പി, ഫസ്റ്റ് കോപ്പി ഒക്കെ നമുക്ക് അവിടെ ചൈന ടൗണിൽ കിട്ടും. സോ അതൊക്കെ മേടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഇറ്റ് വാസ് ടു എക്സ്പെൻസീവ്. ലൈക്ക് ഞാൻ ഇമാജിൻ ചെയ്തതിനേക്കാളും എക്സ്പെൻസീവ് ആയപ്പോൾ ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ മോർ മാസ്ക്, ഒരു മാസ്ക് പോയാൽ അടുത്ത മാസ്കുകൾ കുറേ ഉണ്ട്. പിന്നെ ഹാവ് മൈ വാച്ച്, എൻ്റെ വാച്ച് ആൻഡ് സം ബ്രേസ്ലെറ്റ്സ്, ഇതെല്ലാം ഉണ്ട് കേട്ടോ. വേറെന്താ ഉള്ളത്? എൻ്റെ മിൻസ് ഉണ്ട്, ഡബിൾ മിൻറ്റിൻ്റെ ഒരു ചൂയിങ് ഗം അതുണ്ട്. പിന്നെ ഐ ഹാവ് മോർ ചാർജേഴ്സ്, ലൈക്ക്
എൻ്റെ ഇയർപോഡ്സിൻ്റെ പവർ ബാങ്കിൻ്റെ 11 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചാർജർ ഉണ്ട്. വേറെ ഒന്നുമില്ല ഗൈസ്. പിന്നെ എൻ്റെ മേക്കപ്പ് പൗച്ചാണ്. പിന്നെ അത് വാട്ട് ഐ ഹാവ് ഇസ് മൈ ഹാൻഡ് സാനിറ്റൈസർ, മൈ മിനി പെർഫ്യൂം, മൈ സിറം. പിന്നെ ഇതാ ഇങ്ങനൊരു മിറർ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് മേക്കപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇറ്റ്സ് യൂസ്ഫുൾ. സോ അങ്ങനെ ഒരു മിറർ എടുത്തിട്ടുണ്ടായിരുന്നു. വേറെന്താ, ഇതെൻ്റെ ഷെയ്ഡ്സിൻ്റെ ക്ലീനറാണ്. സോ ഐ ക്യാൻ സ്പ്രേ ആൻഡ് ക്ലീൻ മൈ ഷെയ്ഡ്സ്. പിന്നെ ഐ ഹാവ് ബാൻഡേഡ്സ്, പെയിൻ കില്ലേഴ്സ്, പിന്നെ കുറേ ഫേസ് വാഷ് ഉണ്ട് ഗൈസ്. കുറേ ഫേസ് വാഷ് ഉണ്ട്. പിന്നെ ഒരു സൺസ്ക്രീൻ ഉണ്ട്, ഹാൻഡ് ക്രീം വിച്ച് ഈസ് ഫ്രം നൈക്ക. ആൻഡ് വാട്ട് എൽസ് ഡു ഐ ഹാവ്? A lot many lipsticks. We can't live without lipsticks. So lipsticks ഉണ്ട്. എത്ര ഉണ്ട്? 1 2 3 4 5 6 6 lipsticks അങ്ങനെ ഉണ്ട്. Yeah, I have more mini perfumes. നമ്മൾ നൈക്കയെന്നൊക്കെ വാങ്ങിക്കുമ്പോൾ YSLൻ്റെ ഒക്കെ പെർഫ്യൂംസ് ഇങ്ങനെ സാമ്പിൾ പോലെ കിട്ടും. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് വെറുതെ ഇട്ടാൽ തന്നെ മൊത്തം ബാഗും ആ ഒരു സ്മെല്ലായിരിക്കും. ആൻഡ് ഐ റിയലി ലൈക്ക് ദാറ്റ് സെൻറ്റ്. സോ ഞാൻ എപ്പോഴും ഉപയോഗിച്ചില്ലെങ്കിലും ഞാൻ ഇതിലിട്ട് വെക്കാറുണ്ട് അങ്ങനെ കിട്ടുന്ന സാമ്പിൾ പീസസ് ഒക്കെ. സോ അത് അപ്പം ഇതിൽ നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. സോ അതുണ്ട്. ഒരു റബ്ബർ ടൈ, ബഡ്സ് ആൻഡ് സം സേഫ്റ്റി പിൻസ്. സോ ഗൈസ്, അത്രയും ഐറ്റംസ് ആണ് എൻ്റെ ഈ ഒരു ബാഗിലുള്ളത്. ഐ ക്യാൻ ക്യാരി ദ ഹോൾ വേൾഡ് ഇൻസൈഡ് ദിസ്. ലിറ്ററലി ലൈക്ക് കുറേ സാധനങ്ങൾ പുറത്ത് വന്നില്ലേ. ഇതൊന്നും അല്ലായിരുന്നു എൻ്റെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ അത് ഞാൻ ട്രോളിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി ഇതിൽ വെച്ചു എന്നുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് ബിറ്റ് ഹെവി. അതുകൊണ്ട് വെയിറ്റ് നോക്കുന്ന സമയത്ത് കുറച്ച് കുറഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് വെച്ചതാണ്. പക്ഷെ ഐ ഡോണ്ട് യൂഷ്വലി ക്യാരി ദാറ്റ് ഇൻ മൈ ടോട്ട് ബാഗ്. സോ ദാറ്റ്സ് ഓൾ ഗൈസ്. ദാറ്റ്സ് ഓൾ ഇൻ മൈ ഹാൻഡ് ബാഗ് ട്രാവൽ എഡിഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. ഐ ഡോണ്ട് നോ ഇഫ് പീപ്പിൾ ക്യാരി മോർ ദാൻ ദിസ് തിങ്സ്. ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ആൻഡ് ലെറ്റ് മീ നോ വാട്ട് ഓൾ അതർ എസെൻഷ്യൽസ് ഐ ഷുഡ് കീപ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറക്കാതെ ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. I'll see you all soon with other video. Until then, stay tuned. I love you all. Thank you for watching. Lots of love.